ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴും ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു യാത്രയാണ് ഇന്നും ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് കാരേറ്റിൽ നിന്ന് നേരെ വാവനാപുരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. വാവനാപുരത്തെ അവിടുത്തെ പാലവും അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് കവർ ചെയ്ത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് അപ്പുറത്ത് വണ്ടി ഒതുക്കാൻ പോവുകയാണ് കേട്ടോ. വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങോട്ട് പാലത്തിലോട്ട് ഇറങ്ങി നടന്നു വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കാന്നും പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. എപ്പോഴും നല്ല തിരക്കുള്ള ഒരു റോഡാണ് ഈ പാലമാണ്. ഈ നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാവനാപുരം നദിക്ക് കുറുകെയുള്ള വാവനാപുരം പാലത്തിലാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാവനാപുരം നദി എന്ന് പറയുന്നത്. വാമനപുരം നദി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ്. ആറ്റിങ്ങൽ നഗരത്തിലൂടെ ഒഴുകുന്ന വാമനപുരം നദിക്ക് ആറ്റിങ്ങൽ നദി എന്നൊരു പേരും കൂടെ ഉണ്ട്. നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാമനപുരം ക്ഷേത്രത്തിൽ നിന്നും ആവാം വാമനപുരം എന്ന പ്രദേശത്തിന് ഈ നദിക്കും വാമനാപുരം എന്ന നദി എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? പശ്ചിമഘട്ടത്തിലെ 1860 മീറ്റർ ഉയരത്തിലുള്ള ചെമ്പുഞ്ചിയിൽ നിന്നുമാണ് വാമനപുരം നദി ഉത്ഭവിക്കുന്നത്. 88 കിലോമീറ്റർ ദൂരം തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദി അഞ്ചുതെങ്ങ് കായലിൽ അവസാനിക്കുന്നു. പക്ഷേ 12.2 കിലോമീറ്റർ ദൂരം മാത്രമേ വാമനപുരം നദിയിൽ സഞ്ചാരയോഗ്യമായുള്ളൂ. അതുപോലെ ഈ വാമനപുരം നദിക്ക് നമ്മുടെ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഈ കെട്ടിയിരിക്കുന്നത് ഈ പാലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരുപാട് പഴക്കമുണ്ട്. അതായത് നമ്മുടെ ഈ കലാപവുമായിട്ട് ആറ്റിങ്ങൽ കലാപവുമായിട്ട് ഈ വാമനപുരം നദിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ കുരുമുളകും മറ്റു സുഗന്ധ ദ്രവ്യങ്ങളും വില കുറച്ച് വാങ്ങാനായി പ്രദേശവാസികളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ പതിവായിരുന്നേ. ഗിഫോർഡ് എന്ന ബ്രിട്ടീഷുകാരൻ അഞ്ചുതെങ്ങ് കോട്ടയുടെ അധിപനായി എത്തിയതോടെ ഇത് വർദ്ധിച്ചു. 1721 ആറ്റിങ്ങൽ റാണിമാർക്ക് സമ്മാനങ്ങളുമായി എത്തിയ കൊട്ടാരത്തിലേക്ക് പോയ 140ഓളം ബ്രിട്ടീഷുകാരെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് വധിച്ചു ഈ വാമനാപുരം നദിയിൽ ഇട്ടു എന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ രക്തപ്പുഴ എന്നൊരു പേര് കൂടി ഉണ്ട് എന്നിങ്ങനെ ചരിത്രത്തിൽ പറയുന്നു, അത് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാമനാപുരം നദി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നിൽക്കുന്നത് പഴയ പാലമാണ്. ഈ പാലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് പഴക്കമുണ്ട്. ഇതിന്റെ കാലം വർഷവും നമുക്കറിയത്തില്ല. നിർമ്മിച്ച പാലം എന്ന് മാത്രം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പാലം പൊളിക്കത്തില്ല. പഞ്ചായത്ത് ഈ ഇടയ്ക്ക് ഇടപെട്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കി പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇത് ഒന്ന് സൂക്ഷിക്കാമെന്നുള്ള രീതിയിൽ ചെറിയ അറ്റകുറ്റ പണിയൊക്കെ ചെയ്ത് 2 സൈഡും ക്ലോസ് ചെയ്ത് വലിയ വണ്ടികളൊന്നും കയറാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞാൽ മൊത്തവും കാട് കയറി കിടക്കുന്നു. പിന്നെ മാത്രമല്ല ഈ വലിയ പാലത്തിന്റെ സൈഡിലാണ് വലിയതായിട്ട് വരുന്ന ടാങ്കർ ലോറികളല്ല ഈ ലോഡുമായിട്ട് വരുന്ന പാലത്തിനകത്തപ്പോ കയറാൻ പറ്റത്തില്ല. റെഡ് ലൈൻ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് പോകുന്നുണ്ട് കേട്ടോ, ഇതുവഴി ബൈക്ക് പോകുന്നുണ്ട്. പിന്നെ ചെറിയ പാലം നടന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ പോകുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരാൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നടപ്പാതെ തന്നെയാണ്, നടന്നു പോകാൻ പറ്റും. വലിയ പാലം നമ്മൾ നേരെ നടന്ന് എപ്പോഴും കയറി പുതിയ പാലത്തിൽ കയറി. ഇതും ഏകദേശം എങ്ങനെ പോയാലും നല്ല പഴക്കം കാണണം. ഇതിന്റെ ബോർഡ് ഞങ്ങൾ എവിടെയൊക്കെ നോക്കിയപ്പോഴും കണ്ടില്ല കേട്ടോ. നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ വാമനാപുരം. എപ്പോഴും നല്ല തിരക്കാണ്. നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒക്കെ പോയി പറ്റും പോലെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലമാണ്, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഈ ഏരിയയിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യമൊന്നും ഇല്ല. ഭയങ്കര താഴ്ച കൂടുതലാണ്. ഇത്രയുള്ള മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കലങ്ങലായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുപോലെ നല്ല ആഴമുണ്ടല്ലേ, ഒരാഴ്ചയായിട്ട് മഴയൊക്കെ ഉണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ടാങ്ക് ഉണ്ട്, ഇവിടെ വലിയൊരു ടാങ്ക് ഉണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ നദി എന്ന് പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞിട്ടുള്ള നദിയാണ്. ഈ ചുറ്റായും ഫുള്ള് കാരേറ്റ് നമ്മുടെ വാമനപുരം ഈ ഏരിയ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ അടിയിലാക്കിയിട്ടുള്ള ഒരു നദിയും കൂടെയാണ് വാമനപുരം നദി. ഈ പാലം ചെയ്തിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ മേലിൽ വെള്ളമൊന്നും കിട്ടത്തില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പാലത്തിന്റെ മേലിൽ എപ്പോഴും വെള്ളം കെട്ടി കിടപ്പുണ്ട്. അത് അതായത് അടഞ്ഞിട്ടുള്ളതാവാം. ഓടയൊക്കെ ഇവിടെയാണല്ലേ ഇപ്പൊ പോയിരിക്കുന്നത്. മിക്ക ഓടയും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇത് പിന്നെ ചുറ്റാനുള്ള ഓടകളെല്ലാം നേരെ ഉണ്ടെന്ന് ഈ ആറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നേരെ ആറ്റിൽ തന്നെയാണ് വന്നിറങ്ങുന്നത്. ഉള്ള എല്ലാ ബാത്റൂം ഇവിടെ നമ്മളെ ഈ കടറിലെ ബാത്റൂമിന്റെ എല്ലാം ഇടയ്ക്കൊക്കെ ഭയങ്കര വിഷയമായതാണത്. അങ്ങനെ നമ്മൾ നടന്നൊക്കെ ഒന്ന് വാമനാപുരത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇവിടെ നാട്ടിൽ കടന്നിട്ട് വാമനാപുരം ഉൾപ്പെടുത്തിയില്ല, നമ്മളെ വീഡിയോ എടുത്തില്ലായിരുന്നു.
അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വിചാരിച്ചു അതൊക്കെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വാമനാപുരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടോ? നമ്മളിപ്പോൾ നേരെ വാമനാപുരം ജംഗ്ഷൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുത്തൂർ കൂട്ടുകാരെ ക്ഷേത്രം. ഞങ്ങളുടെ വാമനാപുരം വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.